ബദാമിന് ആരോഗ്യ ഗുണങ്ങൾ ഏറെയുണ്ട്. ആരോഗ്യം നൽകാൻ മാത്രമല്ല, ദോഷം ചെയ്യുന്ന LDL കൊളസ്ട്രോൾ പോലുള്ളവ കുറയ്ക്കാനും ഇത് ഏറെ നല്ലതാണ്. ബദാം സാധാരണയായി കുതിർത്ത് കഴിക്കുമ്പോഴാണ് ആരോഗ്യ ഗുണങ്ങൾ ഏറുകയെന്ന് പറയാം. ഇതിൽ വാസ്തവമുണ്ട്. ബദാം കുതിർത്ത് കഴിക്കുമ്പോൾ ദഹനവും ഇത് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന പ്രക്രിയ ശക്തിപ്പെടുകയും ചെയ്യും. ബദാം വെള്ളത്തിന് പകരം പാലിൽ കലർത്തിയാൽ ആരോഗ്യ ഗുണങ്ങൾ പലതാണ്. ബദാം പാലിൽ കലക്കി കുടിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് അറിയാം. ബദാം എല്ലിനും പല്ലിനും ഏറെ ഗുണകരമാണ്. ഇതിൽ പാലിന്റെ കാൽസ്യം കൂടി ചേരുമ്പോൾ പ്രയോജനം ഇരട്ടിക്കും. ദിവസവും 2 ബദാം പാലിൽ കുതിർത്ത് കഴിക്കുന്നത് എല്ലിനും പല്ലിനും ഏറെ ഗുണം ചെയ്യും. പാലിൽ കുതിർത്തിയ ബദാം കഴിക്കുന്നത് തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. ഇത് ബുദ്ധിയും ഓർമ്മശക്തിയും എല്ലാം വർദ്ധിപ്പിക്കും. പാലും ബദാമും കൂടുമ്പോൾ വൈറ്റമിൻ, ധാതുക്കൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയുടെ അളവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശരീരത്തിന്റെ ആകെയുള്ള ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ്. പാലിൽ കുതിർത്ത ബദാം ക്യാൻസറിനെ തടുക്കുന്നതിനും ഏറെ നല്ലതാണ്. ആട്ടിൻ പാലിൽ രാത്രി മുഴുവൻ ബദാം കുതിർത്ത് ഇത് രാവിലെ പാലിനോട് കൂടി അരിച്ചെടുത്ത് കഴിക്കുന്നത് പുരുഷന്മാരുടെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കും. സ്ത്രീകൾക്ക് ഉത്തേജനം നൽകും. പാലും ബദാമും ചേർന്ന് ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനുകൾ നൽകും. ഇറച്ചിക്ക് തുല്യമെന്ന് വേണമെങ്കിൽ പറയാം. കുട്ടികൾക്ക് ഏറെ ഗുണകരമാണ്. തടി കുറയ്ക്കുന്നതിനുള്ള നല്ലൊരു വഴിയാണ് പാലിൽ കുതിർത്ത് ബദാം കഴിക്കുന്നത്. ശരീരത്തിലെ കൊഴുപ്പ് കത്തിച്ചു കളയും. കൊഴുപ്പില്ലാത്ത പാലിൽ കുതിർത്താൻ ശ്രദ്ധിക്കണം. ബദാം പാലിൽ കുതിർത്തി അരിച്ച് മുഖത്തിടുന്നത് സൗന്ദര്യത്തിനും ഏറെ നല്ലതാണ്. ഇത് ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കും. പാലിൽ കുതിർത്ത ബദാം കൊളസ്ട്രോൾ ചെറുക്കാനും ഇതുവഴി ഹൃദയാരോഗ്യത്തിനും ഗുണം ചെയ്യും. രാത്രി മുഴുവൻ തിളപ്പിച്ച പാലിലോ പച്ചപ്പാലിലോ ബദാം കുതിർത്ത് വെക്കാം. രാവിലെ ഇതെടുത്ത് കഴിക്കാം. പാലിൽ അരിച്ച് ചേർത്ത് കഴിക്കുന്നത് ഏറെ ഗുണകരമാണ്. കൂടുതൽ അറിവുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.